നമ്മുടെ പാക്കിങ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ലിബിയാണ് പാക്കിങ്. വാ പുറത്തോട്ട് വാ. അതെല്ലാം തീർന്നല്ലോ. ഓക്കെ, നമ്മളൊരു യാത്ര പോകാൻ പോവുക. ആലപ്പുഴ ടു ചെന്നൈ. ഈ ട്രെയിൻ എന്ന് പറയുന്ന 6 മണിക്ക് എടുക്കുക. അവിടെ 9:40 ആകുമ്പോൾ ചെല്ലും. കറക്റ്റ് സമയത്ത് എത്തൂലെന്നറിയാം. സ്റ്റാർട്ട് ഡേ അല്ലയിച്ചിട്ട് നമുക്ക് പോവാം. ഇതാണ് ലിബി എനിക്ക് മേടിച്ചത് ടീഷർട്ട്, ബർത്ത്ഡേക്ക് മേടിച്ചത്. പോവാം നമുക്ക്. ഫോട്ടോ എടുക്കുമല്ലേ. ഇപ്പോൾ എല്ലാവരും റെഡിയായി. ഇപ്പം എത്ര മണിയായി? 5:06. നല്ല കാറ്റുണ്ട്. അത് ട്രെയിൻ നേരത്തെ ഉണ്ടോ? ഇവിടെ നിന്നല്ലേ തുടങ്ങുന്നത്. ഓക്കെ, ക്രോസ് അടച്ചിട്ടിരിക്കുകയല്ലേ, ഇപ്പോൾ തുറന്ന് നമ്മൾ റെയിൽവേ സ്റ്റേഷനിലെത്തി. ആലപ്പുഴ റെയിൽവേ സ്റ്റേഷനിൽ പുതിയ പാർക്കിംഗ്, പുതിയ എല്ലാ റെയിൽവേ സ്റ്റേഷനിലും വേണ്ട റെനോവേഷൻ നടന്നുകൊണ്ട് ഇതുണ്ട്. ഇതിനു മുമ്പ് ഇങ്ങനെയൊന്നും ഇല്ലായിരുന്നു. പുതിയ പാർക്കിംഗ്. ആലപ്പുഴ സ്റ്റേഷൻ പുതിയതായിട്ട് പണിതുകൊണ്ടിരിക്കുന്നു. എന്താ ജസ്റ്റിനെ എടുക്കണോ? നടന്നോളൂ. ജസ്റ്റിന് പുതിയ സാധനമാണ്. ഞങ്ങൾ ഇതിന് വേണ്ടിയിട്ട് മേടിച്ച ട്രെയിനകത്ത് പോകുമ്പോൾ ഇരിക്കാൻ വേണ്ടി. പിന്നെ കുറച്ച് വേറെ കുറച്ച് സാധനങ്ങളൂടെ മേടിച്ചിട്ടുണ്ട് ജസ്റ്റിന്, പിന്നെ വരക്കാനും അതിനൊക്കെ വേണ്ടിയിട്ട്. നമ്മുടെ ട്രെയിനോടെ കിടപ്പുണ്ട്. അപ്പുറത്തെ 2ാമത്തെ പ്ലാറ്റ്ഫോമിൽ കിടക്കുന്ന വണ്ടി. അഞ്ച് 39. നമ്മൾ A2, ഇത് B4. പട്ടികൾ നിറച്ച് പട്ടികളുണ്ട്. ഇത് പട്ടികളുടെ കളികൾ. ഇതുവരെ ലിബിയ ഒന്നും ചെയ്യത്തില്ല. പട്ടിയുടെ കളിയൊക്കെ പട്ടി. സെക്കൻഡ് പ്ലാറ്റ്ഫോം ആളുണ്ട് കേട്ടോ, നവരാത്രിയൊക്കെ ആയതുകൊണ്ട്. പ്ലാറ്റ്ഫോം നമ്പർ 2. ഇനി നമുക്ക് A2 കണ്ടുപിടിക്കണം. കണ്ടോ, നല്ല അടിപൊളിയാക്കി ഇരിക്കുക. യാത്രക്കാരുടെ ശ്രദ്ധയ്ക്ക് ട്രെയിൻ നമ്പർ 1635 തിരുവനന്തപുരം നോർത്ത് എക്സ്പ്രസ് ആലപ്പുഴ സ്റ്റേഷൻ 1ാമത്തെ പ്ലാറ്റ്ഫോമിലേക്ക് അല്പസമയത്തിനുള്ളിൽ എത്തിച്ചേരുന്നതാണ്. ഇതാ നമ്മൾ A2-ലെത്തി. A2 1923. इधर है ना A2 1923. പത്തൊമ്പത് 23. ചെരുപ്പ് 19 20. ഞാൻ 19 താഴെ, 23 അവിടെ. നിങ്ങളവിടെ ഇരിക്കും, ഞാനിവിടെ ഇരിക്കാം. വെള്ളം വേണം ജസ്ലിന്. ഇപ്പൊ സമയം 5:55. ഒരു 5 മിനിറ്റ് കൂടെ ഉണ്ട്. വണ്ടി എടുക്കും. അവിടെ കിടക്കണല്ലേ നല്ലത്. ഇവിടെ ഇപ്പുറത്തെ ആൾക്കാരെ വരുന്നത്. നമ്മള് മാത്രം മതിയായിരുന്നു. ഇവിടെ ആൾക്കാർ ഇനിയും വരും. ഇതിപ്പോ നമ്മള് ഇതൊക്കെ തുറന്നിട്ട് ആ സമയ सही है ना. अच्छा खाना हम लोग को देने के लिए
नाम क्या है आपका? ऋषभ कुमार. പുള്ളി പിന്നെ ധൻബാദിലുള്ള ഷാർഖ് പുള്ളി ജാർഖണ്ഡിലുള്ളതാണ്. ഇവിടുന്ന് അവിടെ പോയി പുള്ളിക്കാരുണ്ടാവും കാറ്ററിങ്ങിൻ്റെ ആളെ. ठीक है हम चलते हैं. ठीक है उधर बैठते हैं. हाँ चेन्नई तक. कौन है? ये हमारा भाई है. ठीक है हमारा भाई है. हम लोग को टेक केयर करने के लिए है. ഇത് കൊള്ളാത്തിനടുത്തോട്ട് വെച്ചത് അടുക്കുന്നത് ഇതെന്തിനും ഇവിടെ കൊണ്ടുപോയി വെച്ചത്. ഉറങ്ങണമെങ്കിൽ വെച്ചായിരിക്കും. ഇത് അപ്പുറത്തെ ട്രെയിൻ വന്നല്ലോ ചേച്ചി. അതെ ആ തിരുവനന്തപുരത്തോട്ട് പോകുന്നല്ലേ. ആ ഇത് വന്നു കഴിയുമ്പോൾ പോകും നമ്മൾ. അയ്യോ അതിങ്ങോട്ടാ പോക്കറ്റ് ചെയ്താ പിന്നെ ഇടാം പ്ലാസ്റ്റിക്. നമുക്ക് ചായ വെള്ളം വേണം. തിരുവനന്തപുരത്തിലോട്ടുള്ള ട്രെയിൻ പോയി. അങ്ങനെ ആലപ്പുഴയിൽ നിന്ന് നമ്മുടെ വണ്ടി എടുത്തിട്ടുണ്ട്. എറണാകുളമൊക്കെ ആകുമ്പോൾ ആള് കയറും. ഇപ്പം ആളില്ലാത്ത കണക്കില്ല. എറണാകുളമൊക്കെ ആകുമ്പോൾ ആള് കയറും. രാത്രി ആകുമ്പോഴേ ഇവർ AC ഇടത്തുള്ളൂ. ഒരുപാട് AC ഇങ്ങനെ കൂട്ടിയിടും രാത്രി ആകുമ്പോൾ. ഇപ്പം അധികം ഇപ്പോഴും ഉണ്ടല്ലോ നമുക്കൊന്നല്ലേ അല്ലേ. അപ്പോൾ പുതച്ചിരിക്കും കാല്. ആ ബ്ലാങ്കറ്റ് എടുത്ത് കാലിട് പുതച്ചിരിക്കുക. അല്ല ഇവക്കും തണുപ്പാവും. കാല് തണുക്കുവേ കുറച്ച് കഴിയുമ്പോൾ. തണുക്കുന്നുണ്ടോ ജസ്ലിൻ? ജസ്ലിനെ അല്ല കാണിക്കുന്നത്. കുഞ്ഞിനെ എടുത്തിട്ട് പറ. അതേ വാഴ കണ്ടോ, വീട് കണ്ടോ, അങ്ങനെയൊക്കെ പറ. ഇത് ധൻബാദ് എവിടെയാണെന്നറിയോ? അറിയത്തില്ലേ? ജാർഖണ്ഡ് ആണെന്ന് തോന്നുന്നു. ഇല്ല ജാർഖണ്ഡ് ധൻബാദ്. ഇവിടെ നമുക്ക് പ്ലഗ് വരുന്നത് അവിടെ ഒരെണ്ണമുണ്ട്, ഇവിടെ 2 ഉണ്ട്, ഇവിടെ ഉണ്ട് 2. കണ്ണാടി ബാഗ് തൂക്കാനുള്ള സ്ഥലം എല്ലാം ഉണ്ട്. നല്ല കോച്ചല്ലേ, നല്ല വൃത്തിയുള്ള അല്ലേ. അടിപൊളി ആണോ? നമ്മള് മാരാരിക്കുളം എത്തി. മാരാരിക്കുളം ഇനി ഇവിടെയൊക്കെ ഒരുപാട് നേരം നിർത്തത്തില്ല. മറ്റേ അതിനകത്തുണ്ട് ആണല്ലേ. ട്രെയിനിൽ ജോലി ചെയ്യുന്നല്ലേ ആ പുള്ളിക്കാരത്തി? ഇരിക്കുന്ന ചേച്ചിയല്ല. കാരണം ആലപ്പിന്ന് ഓൺ ടൈമിലാണ് നമ്മൾ ഇറക്കിയത്. ഇവിടെ എത്തിയപ്പോ 17 മിനിറ്റ് ലേറ്റ് ആയി. അല്ല 5 മിനിറ്റ് ലേറ്റ്. 6:13 എത്തേണ്ട 18 എത്തിയ. ഇനി ചേർത്തല, തുറവൂർ, എറണാകുളം. സാധാരണ ചെറിയ ഡിലേ ഉണ്ടാവാറുണ്ട് ഈ ട്രെയിനിൽ. എന്നാലും നമുക്ക് നോക്കാം കറക്റ്റ് ഓൺ ടൈമിന് എത്തൂല്ലേ. ഓക്കെ ഇതേ ട്രെയിൻ, ഈ ട്രെയിൻ വരാൻ വേണ്ടിയിട്ടായിരുന്നു ഇത്രയും നേരം നമ്മളിവിടെ മാരാരിക്കുളത്ത് വെയിറ്റ് ചെയ്തത്. ചില സമയത്ത് പിടിച്ചിടും വേറെ ട്രെയിനൊക്കെ പോകാൻ വേണ്ടിട്ട്. അങ്ങനെയൊക്കെ ലേറ്റ് ആവും. ഞാൻ കിടന്ന് എനിക്ക് ഉറക്കം പറ്റും. രാവിലെ എണീറ്റത് 4 മണിയായപ്പോൾ എന്താ എണീറ്റത്. അല്ല ഈ സമയത്തൊക്കെ നന്നായിട്ട് കിടന്ന് ഉറങ്ങുന്നത് ഞാൻ 4 മണിക്ക് തന്നെ എണീറ്റത്. ഒരഴുക്കോ കാര്യങ്ങളോ അങ്ങനെ ഒന്നുമില്ല. തുടങ്ങുമ്പോ സ്ലോയിലേ പോകത്തുള്ളൂ. ജസ്റ്റിലും പറയുന്ന സ്പീഡേ ഓടിക്കാൻ. തുടങ്ങുമ്പോ പതുക്കെ പോകത്തുള്ളൂ, അത് കഴിയുമ്പോ സ്പീഡ് കൂട്ടും. കണ്ടോ? പക്ഷെ മറ്റേ ട്രെയിൻ ഇവിടുന്ന് പോലെ തോന്നത്തുള്ളൂ അല്ലേ? അല്ലേ? മാരാരിക്കുളത്ത് ഇറങ്ങിയ ആൾക്കാരൊക്കെ പോവുക. ജനറലിൽ പോകാനുള്ള ആൾക്കാരെ പിന്നെ ജനറൽ അവിടെ ദൂരെ പുറകിലാന്നറിയുമ്പോൾ ചിലപ്പോൾ ഇതിനകത്തൊക്കെ കയറും. എന്നിട്ട് പിന്നെ നടന്ന് അല്ലെങ്കിൽ അടുത്ത സ്റ്റോപ്പൊക്കെ എത്തുമ്പോൾ അങ്ങോട്ട് പോകും. സമയം 7 മണിയായി.
ആണോ ആണോ? ഞാൻ ഉറങ്ങിയപ്പോ ക്രോസ് ഒക്കെ അടച്ചോ? ആൾക്കാരൊക്കെ അവിടെ നിൽക്കുമായിരുന്നോ? ആ മമ്മി ഉറങ്ങിക്കും. വേണ്ട മമ്മി ഉറങ്ങാം, നമുക്ക് കളിക്കാം. ബാ ഇതിനെ നയിക്കണതാ പാട്. എന്ത് സഹിക്കും. ഇച്ചിരി കൂടെ വലുതായിരുന്നെങ്കിൽ അല്ലേ? കളിയൊക്കെ നോക്കി. വാ വാ കളിക്കാം, മമ്മി ഉറങ്ങട്ടെ. വാ വാ. മഴയൊക്കെ പെയ്തിട്ട് വെള്ളം കയറി കിടക്കുന്നുണ്ട്. നല്ല പ്രകൃതി ഭംഗിയുള്ള സ്ഥലം. കേരനിരകളാടും ഒരു ഹരിത ചാരു തീരം, പുഴയോരം കളമേളം തുറവൂരെത്തി. അമ്മയുടെ വീടാ ഇവിടെ. എന്താ പണ്ട് ഞങ്ങൾ കുഞ്ഞിലെ ഇതുവഴി ഇവിടെ ഇറങ്ങിക്കൊണ്ട് ഇതുവഴി ഇങ്ങനെ നടന്നു വരുമായിരുന്നു. ഹോട്ടലൊന്നും കയറത്തില്ല, ഞങ്ങളെ ഇട്ട് നടത്തി ഇവിടെ അവിടെ അമ്മ വീട് വരെ. ഇപ്പൊ പിന്നെ വണ്ടി ഉള്ളതുകൊണ്ട് വണ്ടിയിലാണ് പോയി വരുന്നത്. എന്താ തുറവൂർ. രാത്രി നമ്മൾ ലൈറ്റൊക്കെ ഉണ്ട് ഉറങ്ങുമ്പോൾ ലൈറ്റ് ഇടാം. പക്ഷെ നമ്മൾ ഉറങ്ങത്തില്ല. നമ്മൾ 9 മണിയാകുമ്പോൾ അവിടെ എത്തും. എല്ലായിടത്തും ഉണ്ട്, എല്ലാ സീറ്റിലും ഉണ്ട്. ജസിലിൻ്റെ അതുണ്ട്. ഇപ്പുറത്ത് മഴക്കാറ്, ഇവിടെ നല്ല വെയില്. അയ്യോ അടുത്ത ആൾ ഉറങ്ങാൻ കിടന്നു. തുറവൂര് എത്തിയെന്ന് പറയാം. ചേച്ചി ഇത് കണ്ടോ? മരമൊക്കെ ഓടിപ്പോന്നു. ചേച്ചി ഇത് കണ്ട കളർ അടിക്കാൻ പോവാ ചേച്ചി. അതെന്തോ പപ്പ എന്നെ കാണിക്കാൻ പറ. ചേച്ചി എന്തോ വരക്കുവാൻ പോകുന്നു. കേട്ടോ സൂക്ഷിച്ചിരിക്കണേ. ശരി പപ്പ. അടങ്ങിയിരിക്കണം കേട്ടോ, ഇല്ലെങ്കിൽ ഞാനെടുത്ത് പുറത്തോട്ട് എറിയും. എന്നെ പുറത്തെറിയുമെന്ന് പറഞ്ഞ പപ്പ. ചേച്ചി എന്തോ നോക്കുക ഓരോ കാഴ്ച. ഇതുകൊണ്ട് എറണാകുളം, ഇതുകൊണ്ട് ഇത് എറണാകുളം ജംഗ്ഷൻ. പപ്പ എന്തെങ്കിലും കഴിക്കാൻ മേടിക്കട്ടെ. എന്തെങ്കിലും കഴിക്കാൻ മേടിക്കട്ടെ. ജനറൽ ബാക്ക് സൈഡ് ആ പുറയില്ല, അതുകൊണ്ട് കണ്ടോ ആൾക്കാർ പോകുന്നതാണ്. യാത്രക്കാരുടെ ശ്രദ്ധയ്ക്ക് ട്രെയിൻ നമ്പർ 133 ഒന്നാമത്തെ പ്ലാറ്റ്ഫോമിൽ ജസ്റ്റിലൊക്കെ എവിടെ ഇരിക്കുന്നു? വട 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 ചേച്ചി വട വേണം. വട 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 ഇവിടെ വരുവാന്ന്. വട 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 വട. കൊച്ചിനെ കണ്ടില്ല. കൊച്ചിടെ പോയി. കൊച്ചിനെ കാണുന്നില്ലേ? അയ്യോ കൊച്ചു പുറത്തോട്ട് ഇറങ്ങിപ്പോയോ? എന്റെ ദൈവമേ. ആ പോയെങ്കിൽ കൊച്ചു വന്നോളൂ. 160 രൂപ. 80 രൂപ. ഇവിടെ ഉണ്ടായിരുന്നു. ദോശ. എന്നാ അപ്പം, മുട്ടക്കറി, ഇഡ്ഡലി, വട. അത് ബ്രെഡ് ഓംലെറ്റ്. ഇത് നമ്മൾ എറണാകുളത്തുനിന്ന് അവർ പാക്ക് ചെയ്ത് കൊണ്ടുവന്ന. കൈ കഴുകണ്ടേ? ആദ്യം കൈ കഴുകുക. ഇത് മാറ്റി ഇതെല്ലാം ഒരു ചായ, കേക്ക് ചായ അല്ലെ എന്തോ ചായ എടുത്തു. നമ്മൾ ശരിക്കുവേ പുറത്തിറങ്ങി നിന്നുകൊണ്ടാണ് പിന്നെ നമ്മുടെ ഇവിടുത്തെ കാറ്ററിങ്ങിൻ്റെ ഫുഡ് കിട്ടിയത്. ട്രെയിനിൻ്റെ കാറ്ററിങ്ങിനകത്ത് മറ്റേ അപ്പം ദോശയൊന്നും കിട്ടത്തില്ല.
പോയിട്ട് അത് മാറ്റി പോകണോ രണ്ടപ്പമല്ലോ അതാ മതി. ഇഡ്ഡലി നല്ല ഫുഡല്ലായിരുന്നോ? അല്ലേ ഇത് ആലുവ. നമ്മളപ്പോൾ ആലുവയിലെത്തി. എല്ലാരും അങ്ങോട്ടാ പോകുന്നത്. നമ്മുടെ പിന്നെ ജനറല് പുറകിലായതുകൊണ്ട് എല്ലാരും കൂടെ പുറകിലോട്ട് ഓടുക. ആലുവ എത്തിയപ്പോൾ മഴ തുടങ്ങിയിട്ടുണ്ട്. സിനിമ കാണുന്നത് ജസ്റ്റിന് ഉറങ്ങാൻ കിടക്കുമെന്നും പറഞ്ഞ് കിടന്നിട്ട് പെട്ടെന്ന് തന്നെ എണീറ്റ്. ഉറങ്ങില്ലല്ലോ. എത്ര മണിക്ക് എണീറ്റ്? 4. ജസ്റ്റിന് എത്ര മണി? 4:30 എണീറ്റ്. ഞാൻ 4 മണിക്ക് എണീറ്റ്. 5:30 എണീറ്റ്. പാലക്കാട് എത്തിയില്ല, നമ്മൾ തൃശ്ശൂരായതേ ഉള്ളൂ. എവിടുന്നൊക്കെ ആൾക്കാർ കയറുന്നുണ്ട് നമ്മുടെ കോച്ചിലോട്ട്. വടക്കാഞ്ചേരി എത്തി. മല കണ്ടോ? ഉയ്യോ കണ്ടോ കണ്ടോ? ഇത് നല്ല രസമുണ്ടല്ലേ? ആൾക്കാര് പോകുന്നുണ്ട്. അവിടെ വീഡിയോ എടുക്കാം. ഫോട്ടോ ഒക്കെ എടുക്കുന്നു. അമ്പലം എവിടെ? ആൽത്തറാണ് അമ്പലം. ആൾക്കാര് ഫോട്ടോ എടുക്കുന്നുണ്ടോ? ഇവിടെ അമ്പലം ഉണ്ട്. ഇതാണ് നല്ല ഇങ്ങോട്ട്. എന്റെ ദൈവം, ഈ ഒരു വ്യൂ ഉണ്ടോ? കോട കയറി നിൽക്കുന്നുണ്ടോ? ചില സ്ഥലത്ത് വെയിലുണ്ട്, ചില സ്ഥലത്ത് ഇതുപോലെ. ഇതുവരെ ഒന്നും നമ്മുടെ കോച്ചിനടുത്തിട്ട് ഇതുവരെ ഒരാളും വന്നിട്ടില്ല ഇരിക്കാൻ വേണ്ടി. എന്താ പറയാ? ശരിയാ. ലിബി നേരത്തെ പറഞ്ഞല്ല, ആരും വരരുത് ഇതിനകത്ത്, ആരും വന്നിട്ടില്ല. അടുത്ത നല്ലൊരു അടിപൊളി വ്യൂ. മൊത്തം തെങ്ങും തോപ്പാ. അവിടെ നമ്മൾ തമിഴ്നാട്ടിലോട്ട് കയറാൻ പോവാ. പക്ഷെ നമ്മൾ ഈ പിന്നെ ഫോണിൻ്റെ അകത്ത് കാണുന്ന പോലെ നമ്മൾ നേരിട്ട് കാണുമ്പോൾ നല്ല ഭംഗിയാണ്. നേരിട്ട് കാണുമ്പോൾ ഫോണിനകത്ത് അത്രയും കിട്ടുന്നില്ല. ഇതെങ്ങനെ ഈ മരമൊക്കെ പാറയുടെ ഇടക്ക് ഏറ് കുത്തി വളരുന്നു?
കേരളത്തിൽ മൊത്തം മഴയും ഇതൊക്കെയായിരുന്നു. പക്ഷെ ഇവിടെ വന്നപ്പോൾ നല്ല വെയിലുണ്ട്. ഇവിടെ മഴയൊന്നുമില്ല. തമിഴ്നാട് കോയമ്പത്തൂർ എത്തിയിട്ടുണ്ട്. കോയമ്പത്തൂർ ജംഗ്ഷൻ. കോയമ്പത്തൂർ ജംഗ്ഷൻ തിരക്കുള്ള ഇതുണ്ട്. ജനറലിലേക്ക് കയറാൻ ഈ ആൾക്കാർ മൊത്തം നീ ഇങ്ങോട്ടുണ്ടാവും. ആള് കയറും ഇതിനകത്ത്. ഉണ്ടോ? നമ്മൾ കോയമ്പത്തൂർ ജംഗ്ഷൻ എത്തിയപ്പോൾ ഒന്ന് പുറത്തിറങ്ങിയതാ. ജസ്റ്റ് ഷൂ വെക്കണമെന്ന് പറഞ്ഞപ്പോൾ ഷൂ ഒക്കെ വെപ്പിച്ചിട്ട് പുറത്തിറങ്ങിയത്. നല്ല ചൂടാ കേട്ടോ. കേരളത്തിലാണ് നല്ല തണുപ്പ് ചെയ്തിട്ടുണ്ട്. പക്ഷെ ഇവിടെ നല്ല ചൂടാണ്. ട്രെയിൻ ഓടും ഇങ്ങോട്ട്. ഇതേ കണ്ട അവർ കയറ്റുന്നേ കണ്ട. അതെ ട്രെയിനിൻ്റെ അകത്തോട്ട് ഇത് അത് കയറ്റി കഴിഞ്ഞിട്ടൊക്കെ വണ്ടി വിടത്തുള്ളൂ. ഒരു ഫാമിലി കൂടെ വന്നിട്ടുണ്ട്. എവിടെ പോകും നിങ്ങൾ? എന്താണ് എങ്ക പോകും? ചെന്നൈ അല്ല, ചെന്നൈ വരെ ഇവർ നമ്മുടെ കൂടെ ആരുമില്ലെന്ന് പറഞ്ഞിരിക്കുന്നു. കമ്പനി കിട്ടിയത് സമോസ സൂടാഗരം സമോസ. ഇപ്പൊ നമ്മള് തിരുപ്പൂറല്ലേ, തിരുപ്പൂറെത്തി. ബസ്സിലും കൂടെ ഉറക്കമായി. ഞങ്ങൾ സിനിമയൊക്കെ കണ്ടിട്ട് ഇവിടെ ഇരിക്കുക. കട്ട വെയിലാണ്. നമ്മളിപ്പോൾ സേലം എത്താറായിട്ടുണ്ട്. ജസ്റ്റിൽ ഇപ്പോഴും എണീറ്റിട്ടില്ല. ഞങ്ങൾ ഫുഡ് സൊമാറ്റോ വഴി ഓർഡർ ചെയ്തിട്ടുണ്ട്. സേലത്തിൽ അവിടെ സ്റ്റേഷനിൽ എത്തിയവന്മാർ നിൽക്കുമെന്ന് പറഞ്ഞു. ഇപ്പം അവിടെ ചെന്ന് മേടിച്ചാൽ മതി. നമ്മുടെ ഡോറിൻ്റെ അവിടെ ചെന്ന് നിൽക്കുമ്പോൾ അവർ ഫുഡ് നമുക്ക് കൊണ്ടുതരും. ഇത് വിശന്നിരിക്കുകയാണ്. ഇപ്പം വരും. നമുക്ക് കഴിക്കാതെ എണീറ്റോളൂ. എണീക്ക്. ഇതല്ലേ ഇതിൻ്റെ ഇതാണ് നമുക്ക് ഫുഡ് വന്നത്. ഇങ്ങനെ വന്നത് പാക്ക് ചെയ്തൊന്നും നോക്കിയില്ല. മറ്റേ പാക്കിങ് അല്ല, ഇങ്ങനത്തെ ഒരു പാക്കിങ്. നല്ല മണം ഉണ്ടല്ലേ. നമ്മൾ ഫുഡൊക്കെ കഴിഞ്ഞ് ട്രെയിൻ ഓടുന്നത് കറക്റ്റ് ഓൺ ടൈമിൽ തന്നെയാണ് ഇപ്പോൾ ഓടിക്കൊണ്ടിരിക്കുന്നത്. ഇവിടെയാണെങ്കിൽ എല്ലാവരും കിടന്നു പറയുന്നത്. നമ്മളിപ്പോ ജോളാർപേട്ട എന്ന് പറയുന്ന സ്ഥലത്താണ് നിർത്തിയിരിക്കുന്നത്. വണ്ടി വിടാൻ ജോളാർപേട്ട എന്ന് പറഞ്ഞ സ്ഥലത്താണ് എത്തിയിരിക്കുന്നത്. ഇവിടുന്ന് തുള്ളി വെള്ളം മേടിക്കാനായിട്ട് വന്നു. പക്ഷെ കടയൊക്കെ ഏറ്റവും പുറകില്ല. അതൊന്നും മേടിക്കാനായിട്ട് പറ്റി. അയ്യോ, ഇത് ജോളാർപേട്ടയുടെ പുറകിലൊരു മല കണ്ടോ? അത് ഇവിടുന്ന് കൂടെ നല്ല ഭംഗിയുണ്ട്. ഫോണിനകത്ത് പക്ഷെ അത്രയും കിട്ടുന്നില്ല. ഇപ്പൊ കറക്റ്റ് സമയത്താണ് ട്രെയിൻ എത്തിയിരിക്കുന്നത്. ഇനിയിപ്പോ അതിന്റെ മാറ്റം ഉണ്ടാവില്ലെന്ന് അറിയത്തില്ല. ഓൺ ടൈമിലാണ് ഇപ്പൊ വണ്ടി പോയിക്കൊണ്ടിരിക്കുന്നത്. ജോളാർപേട്ടയിൽ നിന്ന് വെള്ളം നിറക്കുക, വെള്ളം അടിച്ച് നടക്കുക. രാവിലത്തെ ഫുഡ് അടിപൊളിയായിരുന്നു. പക്ഷെ അതെ, രാവിലെ ഉച്ചക്ക് അതെ ഉച്ചക്ക് നല്ലതല്ലേ. ഇപ്പൊ ഒരു വട മേടിച്ചിട്ട് വലിയ ഗുണമില്ല. ആ തന്നെ നല്ല മുരിഞ്ഞിട്ട്. ബിരിയാണി ഉള്ളായിരുന്നു അല്ലേ? ബിരിയാണി ഉള്ള ഓ, ആരെണ്ണൊക്കെ ഓടി പോകുന്നു. ആരൊക്കോണം എത്തി. ആരക്കോണത്തെത്തിയപ്പോ ആരാണ്ട് ഓടിപ്പോകുന്നു. ജസ്ലിന്റെ കൂടെ ഉറങ്ങിക്കിടന്ന എല്ലാരും ഇപ്പൊ ആക്റ്റീവ് ആയിട്ടുണ്ട്. പാമ്പര കളിക്കുന്നുണ്ട്, സാറ്റും പാത്തും കളിക്കുന്നുണ്ട്. ജസ്ലിന് അവന്മാര് പുതിയ കളിപ്പാട്ടമൊക്കെ കൊടുത്ത്. അപ്പൊ ജസ്ലിന്റെ മറ്റേ പ്രാവന അങ്ങോട്ടും കൊടുത്തു. വേണ്ട, അവന്മാർ അതുമായിട്ട് കളിക്കും. ഇവിടെ ജസ്ലിന് അവരുടെ കളിപ്പാട്ടമായിട്ട് കളിക്കും.
വലിയ കാര്യത്തോടെ ജസ്ലിനോട് പറയൂ. രണ്ടുപേരും കൂടെ ഭയങ്കര സംസാരം. ജസ്ലിനൊന്നും മനസ്സിലാവുന്നു എന്താ அந்த டைம் போறதுக்காக കേട്ടല്ലേ ജസ്റ്റില് കാലം പിടിക്കാനോ എന്തിന്? ജസ്റ്റില് വലിയ കാര്യത്തോടെ മലയാളം പറയുന്നവൻ തമിഴ് പറഞ്ഞു. போய் பாரு அந்த இடம் வச்சுட்டு போய் பாரு நீ போய் பாரு போய் நோக்கு ஏய் இல்ல நீ போய் பாரு நான் போய் பாத்துமா நம்ம ரெண்டு பேரும் போலாம் ചേട്ടൻ തന്നെയാണ് അവിടെ. ഡെന്നീസും ഈത്തനും. ഡെന്നീസ് അല്ല, ഡാനി ഈത്തൻ. നമ്മള് പേരാമ്പൂർ എത്തിയിട്ടുണ്ട്. ഇനി അടുത്തത് ചെന്നൈ സ്റ്റേഷൻ. അടുത്ത ചെന്നൈ 9:34 കറക്റ്റ് സമയത്ത് നമ്മുടെ വണ്ടി ഇവിടെ എത്തിയിട്ടുണ്ട്. ആളെ നോക്കി നിങ്ങളൊക്കെ എവിടെ പോവാ? ഒരു രക്ഷയില്ലാത്ത ആൾക്കാരുണ്ട്. ജനറലിൽ കയറാൻ വേണ്ടിയിട്ട് എല്ലാവരും കൂടെ ഓടിയതാണ്. ഫ്രണ്ടിലും ബാക്കിലുമാണ് ജനറലുള്ളത്. നിറച്ചാളെന്ന് വെച്ചാൽ നിറച്ചാളാണ്. ഇപ്പം മറ്റേ അവധി കൂടെ ആയതുകൊണ്ട് നല്ല ആൾക്കാർ കറക്റ്റ് സമയത്തിന് വണ്ടി ഇവിടെ വന്നത്. ഇനിയിപ്പോൾ നമുക്ക് ഹോട്ടൽ ബുക്ക് ചെയ്തിട്ടുണ്ട്. അങ്ങോട്ട് ഹോട്ടലിലോട്ട് പോവാം. ഇവിടെ എല്ലാവരും ടാക്സിക്കാരെല്ലാവരും കൂടെ നമ്മളെ വിളിച്ചുകൊണ്ടിരിക്കുക. ഞാൻ റാപ്പിഡോയിൽ ബുക്ക് ചെയ്തു ഓൾറെഡി. ഇപ്പോൾ റാപ്പിഡോയിൽ നമ്മുടെ വണ്ടി വരാമെന്ന് പറഞ്ഞ് ഇവിടെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. ടാക്സിക്കാരുടെ നമ്മളെ വിടുന്നില്ല. ശരിക്കും 300 രൂപ 400 രൂപ പറയും. ശരിക്കും പറഞ്ഞാൽ 100, 180 രൂപ അത്ര 200 രൂപ ആ റേഞ്ചേ പോകത്തുള്ളൂ. ഇവരതിനെ ഇരട്ടിയാണ് പറയുന്നത്. ആപ്ലിക്കേഷൻ ഉണ്ട് റാപ്പിഡോ എന്ന് പറയുന്നത്. അതിനകത്ത് ബൈക്ക് കിട്ടും, നമ്മുടെ ഓട്ടോ അല്ല, ബൈക്ക് കിട്ടും, പിന്നെ ടാക്സി കിട്ടും, ഓട്ടോ കിട്ടും. ഓട്ടോയാണ് നമ്മൾ വിളിച്ചിരിക്കുന്നത്. അതിപ്പോൾ വരും. ഇപ്പോൾ നമ്മൾ എത്തിയിട്ടുണ്ട്. ഓട്ടോക്കകത്ത് കയറി വരും. മാമ പോട്ടെ. ശ്രീദേവി ഹോട്ടലാ? നമ്മൾ നമ്മുടെ ഹോട്ടലിൻ്റെ ഫ്രണ്ടിലെത്തി. നമ്മളെ റിസപ്ഷൻ ഒരു ബുക്കിംഗ് ഇരിക്കും. ജസ്റ്റിലും വന്ന് ചാടിക്കളി തുടങ്ങി. ഇവിടെ ഇത് ID പ്രൂഫ് ചെക്കിങ് നടന്നുകൊണ്ടിരിക്കുക. അത് കഴിഞ്ഞിട്ട് നമുക്ക് റൂം വരും. ഇതാണ് നമ്മുടെ റൂം. വാഷ്റൂം. ഇപ്പോൾ ബെഡിലൊന്നും ചാടി കയറരുത്. ക്ലീൻ ആയിട്ടുള്ള വാഷ്റൂമിൻ്റെ പുതിയ ബ്രഷ്, സോപ്പ് എല്ലാം ഉണ്ട്. സ്പോർട്സ് ചാനൽ വെക്ക്. കളി കാണാൻ സ്പോർട്സ് ചാനൽ ക്രിക്കറ്റ് വെക്ക്. ജസ്റ്റിലും വേറെ ഒന്നും വെക്കാൻ പറയില്ല കേട്ടോ. അന്നൊരു പേരെന്നാ? പെരുമാൾ. ഓക്കെ, താങ്ക് യു. ഓക്കെ, അപ്പം അങ്ങനെ നമ്മൾ റൂം സെറ്റ് ആയിട്ടുണ്ട്. ലോക്ക 2 മെഡിമിക്സിൻ്റെ സോപ്പ്, പുതിയ ബ്രഷ്, സോപ്പ് 5 രൂപ. ശരിയായി. വെള്ളമുണ്ട് ഇതിനകത്ത്. എത്ര വെള്ളം കുടിക്കാനായിട്ട് ഗ്ലാസ്. ഇത് റേറ്റ് കുറവായിരുന്നു ശരിക്കും. ഞാൻ റേറ്റ് കുറഞ്ഞായിട്ട് നോക്കിയാണ് ബുക്ക് ചെയ്തത്. ശരിക്കും റേറ്റ് കുറവായിരുന്നു. ചെല്ലു പെട്ടെന്ന് കുളിക്കേ. അപ്പോൾ അങ്ങനെ ഇന്നത്തെ നമ്മുടെ ദിവസം ഖതം.